എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതിന് മറ്റൊരു പേരാണ് ഈഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് ഒരു മാർക്കിന് ഇതിൽ ക്വസ്റ്റ്യൻ കണ്ടുവരുന്നതാണ് ഈ ഒരു പോർഷനിൽ നിന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഒരു മാർക്ക് എങ്ങനെ കിട്ടും ആ കാര്യം മാത്രമാണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ഈഫ് ക്ലോസ് ആയിട്ട് വരുന്ന ഈഫ് ചേർന്ന് വരുന്ന സെൻറ്റൻസുകൾ രണ്ട് ഭാഗമായിട്ടാണ്. അതാണ് നമ്മളൊരു കോമ ഇട്ടിട്ട് ഇവിടെ പറയുന്നത്. ഇതിൽ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതായത് ഇവിടെ അർത്ഥം, ഈ പറയുന്ന സെൻറ്റൻസിൻ്റെ മീനിങ് പൂർണ്ണമായിരിക്കില്ല. ഓക്കെ, ഇഫ് യു സ്റ്റഡി വെൽ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ, ഈഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണമായ സെൻറ്റൻസ് അല്ല. അപ്പോൾ യു വിൽ പാസ് എന്ന് പറയുന്നതാണ് ഇവിടെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അർത്ഥം എന്താണ്? പൂർണ്ണമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കുക. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ എന്തിലേക്ക് കിടക്കുകയാണ്? ഇക്വേഷൻസിലേക്ക് കിടക്കുകയാണ്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈഫിൻ്റെ കൂടെ V1 ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ സ്റ്റഡി വെൽ എന്നുള്ളതിൽ സ്റ്റഡി എന്ന് പറയുന്നത് V1 ആണ്. ഓക്കെ, അതാണ് ആദ്യത്തെ നമ്മുടെ സെൻറ്റൻസ്. ഇത് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ, അങ്ങനെ 3 കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഈഫിൻ്റെ കൂടെ V1 ആണ് ചേർന്നത് കണ്ടോ. ഈഫിൻ്റെ കൂടെ ഇവിടെ സ്റ്റഡി എന്ന് പറയുന്നത് V1 ഫോമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വരികയാണെങ്കിൽ മെയിൻ ക്ലോസ്, ഞാൻ പറഞ്ഞു ഈ ഭാഗം മെയിൻ ക്ലോസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും കൂടെ ചേർന്ന് വരുമ്പോൾ ഇവിടെ സെൻറ്റൻസിൻ്റെ അർത്ഥം പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഈഫിൻ്റെ കൂടെ V1 ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വില്ല് വരും. വില്ല് എന്ന് പറയുമ്പോൾ വില്ല് മാത്രമല്ല, വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ചിലപ്പോൾ ക്യാൻ വരാം, ഓക്കെ, ഷോൾ വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വില്ല് വരുന്ന പഠിക്കുന്നത് കൂടുതലായിട്ടും വില്ലാണ് കണ്ടുവരാറ്, അതുകൊണ്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് വരാം? ക്യാൻ വരാം, ഷോൾ വരാം, അതുപോലത്തെ മോഡൽ ഓക്സിലറി വെർബുകളൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബീഫിൻ്റെ കൂടെ V1 വരികയാണെങ്കിൽ എന്ത് വരും? വില്ല് വരുന്നു പഠിച്ചു. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. അപ്പോൾ ഈഫിൻ്റെ കൂടെ V1 വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ല് വരും. അത് പഠിച്ചു വയ്ക്കുക. അടുത്തത് ഈഫിൻ്റെ കൂടെ V2 ആണ് വരുന്നതെങ്കിൽ, അതായത് ഇവിടെയാണെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് ഈഫ് ഭാഗം വരുന്നത്, ഈഫിൻ്റെ ആ സെൻറ്റൻസിൽ ഈഫിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസിൽ ആര് വരണം? വുഡ് വരണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈഫിൻ്റെ കൂടെ V2 വന്നാൽ, അതായത് അതിനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈഫിൻ്റെ കൂടെ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് വരും. ഈഫിൻ്റെ കൂടെ V1 വന്നാൽ മെയിൻ ക്ലോസിൽ വില്ല് വരും. ഈഫിൻ്റെ കൂടെ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് വരും. ഇഫ് യു സ്റ്റഡീഡ് വെൽ, അപ്പോൾ ഈഫിൻ്റെ കൂടെ ഇവിടെ പാസ്റ്റ് ആണ് വന്നത്, V2 ഫോം ആണ് വന്നത്. അപ്പോൾ എന്ത് വരും? മെയിൻ ക്ലോസിൽ വുഡ് വരും. ഓക്കെ, വില്ല് എന്തായിട്ട് മാറി? ഇവിടെ വുഡായിട്ട് മാറി. ഇനി അടുത്തത് ഈഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നെങ്കിൽ, ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നതെങ്കിൽ, ഈഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് ഹാവ് വരണം. മനസ്സിലായാലോ? അപ്പോൾ ഈഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വരും. അപ്പോൾ വില്ല് വന്നു, വുഡ് വന്നു, ഒരു ഹാവും കൂടെ കൂടിച്ചേർത്തു. ഓക്കെ, ആ രീതിയിൽ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, ഈഫിൻ്റെ കൂടെ എന്ത് വന്നു? ഹാഡ് പ്ലസ് V3 വന്നു, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് വന്നപ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് ഹാവ് വരണം. ഈ 3 സാധനങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്കൊരു മാർക്ക് ഉറപ്പാണ്. പിന്നെ എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മൾ ലാസ്റ്റ് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. അതായത് ജനറൽ ട്രൂത്ത് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ടെൻസുകൾ പഠിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സയൻറ്റിഫിക് ഫാക്റ്റ് അത്തരം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ രണ്ട് ഭാഗത്തും പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ പ്രസൻറ്റിലാണ് ഏത് സയൻറ്റിഫിക് ഫാക്ട്സും ജനറൽ ട്രൂത്ത് ഒക്കെ ടെൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടതെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം വരികയാണ്, ജനറൽ ട്രൂത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സത്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ശാസ്ത്രീയമായ ഫാക്റ്റുകളൊക്കെ വരികയാണെങ്കിൽ രണ്ട് ഭാഗത്തും നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇഫ് വാട്ടർ റീച്ചസ് 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ് അല്ലേ. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് തിളയ്ക്കാൻ തുടങ്ങുന്നത് എന്ന് പറയും. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ജനറൽ ട്രൂത്ത് ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു സയൻറ്റിഫിക് ഫാക്റ്റ് ആണെന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ കൂടെ നമ്മൾ ഈഫിൻ്റെ കൂടെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് V1 ആണ്. റീച്ചസ് എന്ന് പറയുന്നത് V1 ഫോമാണ് അല്ലേ, പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിച്ചത്? ഇറ്റ് ബോയിൽസ്. ഇതും എന്താണ്? ഇതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇതിവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് V1 തന്നെയാണ്. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക.
ഇപ്പോൾ നമ്മൾ വേറെ എക്സാമ്പിൾ പറയാം, ഇഫ് യു ടച്ച് ഫയർ യു ഗെറ്റ് ബേൺഡ്. നമ്മൾ തീയിൽ തൊടുകയാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പോകും എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? ഇഫ് യു ടച്ച് ഫയർ, നമ്മൾ തീയിൽ തൊടുകയാണെങ്കിൽ. അപ്പോൾ ഇഫ് യു ടച്ച് എന്ന് പറയുന്നത് എന്താണ്? V1 ആണ്. അപ്പോൾ എന്താ പറയുന്നത്? യു ഗെറ്റ് ബേൺഡ്. ഗെറ്റ് എന്ന് പറയുന്നത് എന്താണ്? V1 ഫോമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇഫ് യു ടച്ച് ഫയർ യു ഗെറ്റ് ബേൺഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോന്നും പ്രസൻറ്റിലാണ് നമ്മൾ പറഞ്ഞത്, ടച്ച് എന്ന് വന്നു, ഗെറ്റ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, രണ്ടിടത്തും V1 ആണ്. അപ്പോൾ ഇതും എന്താണ്? ഒരു ജനറൽ ട്രൂത്ത് ആണ്, തീയിൽ തൊട്ടാൽ പൊള്ളും എന്നൊരു ജനറൽ ട്രൂത്ത് ആണ്. അപ്പോൾ അത്തരം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ എന്തിലാണ് പറയുന്നത്? പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്, ആലോചിക്കാം. ഇനി ഒന്ന് പറയുന്നത്, ഈഫ് ക്ലോസ് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് ഈഫ് ക്ലോസിൻ്റെ കൂടെ നെഗറ്റീവ് ആണ്, ഒരു നോട്ടും ചേർത്തിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈഫ് നോട്ടിന് പകരം എന്തായിട്ട് മാറാം? അൺലെസ് ഉപയോഗിക്കാം. അതായത് അൺലെസ് എന്ന് പറയുന്നത് അർത്ഥമാണ് എന്ത് പറയുന്നത്? ഈഫ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈഫ് നോട്ടിൻ്റെ അർത്ഥമാണ് അൺലെസ്. അപ്പോൾ ഈഫ് നോട്ടിന് പകരം നമുക്ക് വേണമെങ്കിൽ അൺലെസ് എന്ന് പറഞ്ഞ വാക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യനിൽ അൺലെസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതൊരു ഈഫ് ക്ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ, ഇഫ് യു ഡോണ്ട് സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ജയിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് യു ഡോണ്ട് സ്റ്റഡി, അപ്പോൾ ഇവിടെ ഈഫിൻ്റെ കൂടെ എന്ത് ചേർന്ന് വന്നിട്ടുണ്ട്? നോട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈഫ് നോട്ടിന് പകരം നമ്മളിവിടെ അൺലെസ് ഉപയോഗിച്ച് എഴുതുമ്പോൾ അൺലെസ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ യു വിൽ നോട്ട് പാസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പറയാനുള്ളത് വേറെ ഒന്നാണ്, ഇമാജിനറി കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. പേര് കേട്ടിട്ട് ആരും കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട, സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ ഇഫ് ഐ വെർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് നടക്കാത്ത ഒരു കാര്യം, ഞാൻ ഒരിക്കലും ഒരു പക്ഷിയാവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നടക്കാത്ത കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇമാജിനറി കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരം സെൻറ്റൻസ് ഒക്കെ നമ്മൾ സാധാരണ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, നോക്കിയേ, ഇപ്പോൾ ഐ വേർ എന്ന് പറയുന്നത്, വേർ എന്താണ്? V2 ഫോം അല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ, നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ വിൽ എന്ന് പറയുന്നതിൻ്റെ V2 ഫോമിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? വുഡ് എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം രണ്ട് സ്ഥലത്തും നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, ഇനി ഈ ഒരു കാര്യം കൂടി ആലോചിച്ച് വയ്ക്കുക, പാസ്റ്റ് ടെൻസിലാണ്. അതായത് നമുക്ക് ഒന്നെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാം, ഇത് പറയുന്നത് നടക്കാത്തൊരു സംഭവം ആയതുകൊണ്ട് ഇമാജിനറി കണ്ടീഷൻ ക്ലോസ് എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് V2 വരിക എന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു സെൻറ്റൻസ് തന്നു, അപ്പോൾ നിങ്ങൾ കണ്ടു തന്നിരിക്കുന്നത് V2 നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ V2 മനസ്സിലായെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രൊണൗണുകളായ ഐ ആവാം, എല്ലാ പ്രൊണൗൺസിൻ്റെ കൂടെയും നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ ഈ ഐ എന്ന് പറയുന്നത്, അതേപോലെ ഹി, ഷീ, ഇറ്റ്, അങ്ങനത്തെ എല്ലാ പ്രൊണൗൺസിൻ്റെ കൂടെയും ഒരു പാസ്റ്റ് ടെൻസാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ വാസല്ല ഉപയോഗിക്കേണ്ടത്, വേറാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഐ വാസ് എന്ന് പറയാം, അവിടെ വാസ് ഉപയോഗിക്കാൻ പാടില്ല. ഐ വേർ എന്ന് പറയാം, അതുകൊണ്ടാണ് ഇവിടെ വേർ വന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പാസ്റ്റ് ടെൻസിലുള്ള ഈഫ് ക്ലോസിൽ, ഇതിപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക. പാസ്റ്റ് ടെൻസ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ഈ ഒരു ഭാഗം നോക്കിയിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നോക്കിയിട്ട് അത് ഓരോ രീതിയിലാണ്. ചിലപ്പോൾ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനായിരിക്കും ഓപ്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് ഓപ്ഷൻ ചോദിക്കുക, അതെങ്ങനെയാണ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു ഈഫ് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന പ്രൊണൗൺസ് ഐ, ഹി, ഷീ, ഇറ്റ്, അത്തരം പ്രൊണൗൺസിൻ്റെ കൂടെ നമ്മൾ വേർ ഉപയോഗിക്കണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ആ കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ ഈ ഇമാജിനറി കണ്ടീഷൻ്റെ അർത്ഥമാക്കുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ ഈ 5 വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഞാൻ ഒരിക്കലും ഒരു പക്ഷിയാവാൻ പോകുന്നില്ല, അപ്പോൾ നടക്കാത്ത സംഭവമാണ്. അപ്പോൾ നടക്കാത്ത സംഭവത്തിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും വേറാണ് ഉപയോഗിക്കുക എന്നും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആയിട്ട് നോക്കിയേ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ഗെറ്റ് ദി ഫസ്റ്റ് റാങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഇവിടെ മെയിൻ ക്ലോസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈഫ് ക്ലോസിൻ്റെ ഭാഗത്തേക്ക് നോക്കുക. ഈഫ് ക്ലോസിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്? ഹാഡ് പ്ലസ്, അതായത് ഈഫിൻ്റെ കൂടെ എന്താ വന്നിട്ടുള്ളത്? ഹാഡ് പ്ലസ് V3 ആണ് വന്നിട്ടുള്ളത് അല്ലേ? ഹാഡ് പ്ലസ് V3 ആകുമ്പോൾ നമ്മൾ നേരെ നമ്മൾ പഠിച്ച സ്ഥാനത്തേക്ക് പോകണം. എന്താണ്? വുഡ് ഹാവ് വരണം അല്ലേ? വുഡ് ഹാവ് ആണ് വരേണ്ടത്. നോക്കിയാൽ വുഡ് ഹാവ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. 1D ആണ് ഉത്തരം. അത് നോക്കിയേ, ഇഫ് സച്ചിൻ ഹാഡ് പ്ലേഡ് ഡാഷ്. അപ്പോൾ ഇവിടെ ഏതാണ്? മെയിൻ ക്ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ഈഫ് ക്ലോസിലേക്ക് നോക്കി. അപ്പോൾ എന്താണെന്നത്? ഈഫിൻ്റെ കൂടെ എന്തുണ്ട്? ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ വീണ്ടും പറഞ്ഞു എന്താണ്? വുഡ് ഹാവ് തന്നെയാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളിത് വുഡ് ഹാവ് ഇവിടെ ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. 2ൻ്റെ ഉത്തരം A ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഇഫ് യു ലേൺ വെൽ യു ഡാഷ്. അപ്പോൾ ഈഫിൻ്റെ കൂടെ നോക്കിയേ, ഈഫിൻ്റെ കൂടെ എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? ലേൺ. ലേൺ എന്ന് പറഞ്ഞാൽ V1 അല്ലേ? V1 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? വില്ല് വരണം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒന്നെങ്കിൽ വില്ല് ആവാം, അല്ലെങ്കിൽ ക്യാൻ ആവാം, അല്ലെങ്കിൽ ഷോൾ ആവാം. ഓപ്ഷൻ നോക്കി എഴുതാം. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ക്യാനിൻ്റെ വാക്കുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ക്യാൻ മാത്രമേ വരത്തുള്ളൂ, കുഡ് ഇതൊന്നും വരത്തില്ല. ഏതാ ഉത്തരം? 3ൻ്റെ ഉത്തരം A ആണ്. ഓക്കെ, ഇനി ഇഫ് ദേ ഡാഷ് ദ മാർക്കറ്റ് ഇൻ ടൈം. ഇവിടെ ഈഫ് ക്ലോസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ നോക്കണം? മെയിൻ ക്ലോസിലേക്ക് നോക്കണം. ദേ കുഡ് ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ്. അപ്പോൾ മെയിൻ ക്ലോസിൽ കുഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു കുഡ് അല്ലെങ്കിൽ വുഡ്
അല്ലെങ്കിൽ ഷുഡ് ഇതൊക്കെ വരാം അല്ലേ. മൊഡാൽ ഓക്സിലറി വെബ്സ് ഇതൊക്കെ വരാം. നമ്മൾ വുഡ് വെച്ചാണ് പഠിച്ചത്, പക്ഷേ ഈ പറയുന്ന വാക്കുകളൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ ഏത് ഫോമാണ് ഇതില്ലേ, നമ്മൾ V2 ഫോം അല്ലേ, ഇത് പാസ്റ്റ് ടെൻസ് ഫോമാണ് ഇവിടെ വന്നിരിക്കുന്നത്. V2 ഫോം അഥവാ പാസ്റ്റ് ടെൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈഫ് ക്ലോസും എന്തായിട്ട് വരണം, V2 ഫോമിൽ വരണം. അതായത് ഈഫ് പ്ലസ് V2 വരണം. V2 എവിടെ നോക്കിക്കേ, റീച്ച് എന്ന് പറയുന്നത് V2 അല്ല, അത് പ്രസൻ്റ് ആണ്. ഹാഡ് റീച്ച്ഡ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോയി, അതുമല്ല. പിന്നുള്ളത് റീച്ച്ഡ് ആണ്, നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ നമുക്കറിയാം റീച്ച്ഡ് എന്ന് പറയുന്നതാണ് V2 ഫോം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്, V2 ഫോമാണ് വരേണ്ടത്. അപ്പോൾ 4ൻ്റെ ഉത്തരം C ആണ്. ഇനി 5 നോക്കിക്കേ, ഐ വുഡ് നോട്ട് ആക്സെപ്റ്റ് ഓഫർ ഈഫ് ഐ ഡാഷ്. അപ്പോൾ ഇവിടെ മെയിൻ ക്ലോസ് ആണ് നോക്കേണ്ടത്, കാരണം ഈഫ് ക്ലോസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യാൻ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഐ വുഡ് നോട്ട് ആക്സെപ്റ്റ് ദി ഓഫർ. അപ്പോൾ മെയിൻ ക്ലോസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി വുഡാണ് തന്നിട്ടുള്ളത്. വുഡാണ് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാകുമ്പോൾ ഇതെന്താണ്, ഒരു V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയാം, പാസ്റ്റ് ടെൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം, പാസ്റ്റ് വരണ്ടേ. അപ്പോൾ ഈഫിൻ്റെ കൂടെ എന്ത് വരണം, V2 വരണം. തന്നിരിക്കുന്നതിൽ ഏതാ V2, വാസ്, ഹാഡ് ബീന്, വേറ് 5. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പാസ്റ്റ് ടെൻസിൽ വരുന്ന സെൻറ്റൻസുകളാണെങ്കിൽ പ്രൊണൗണിൻ്റെ കൂടെ നമ്മൾ എന്തുപയോഗിക്കണം, വാസ് ഉപയോഗിക്കരുത്. എന്തുപയോഗിക്കണം, വേർ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാസ്റ്റ് ടെൻസിൽ വരുന്ന സെൻറ്റൻസുകളാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം, പ്രൊണൗണിൻ്റെ കൂടെ ഐ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അധിക സമയത്തും ഐ വരല്, ഹീയും ഷീയും ഒക്കെ വളരെ അപൂർവമായിട്ട് വരില്ല. അപ്പോൾ എപ്പോഴും ഐ തന്നെ വരാറ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ, വേർ ഉപയോഗിക്കാൻ പാടുള്ളൂ, വാസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5ൻ്റെ ഉത്തരം വേർ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഐ വുഡ് നോട്ട് ആക്സെപ്റ്റ് ഓഫർ ഈഫ് ഐ വേർ യു എന്നാ വരിക അല്ലേ. ഞാൻ നീ ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ നീ ആയിരുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നീ ആവാൻ പോകുന്നില്ല, അത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ നമുക്കത് വേറിലേക്ക് എത്താൻ സാധിക്കും. ഇനി അടുത്ത് നോക്കിയേ, 6 നോക്കിയേ, ഈഫ് ഹി ഡാഷ് എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ് മിസ്യൂസ് ഇറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈഫ് ക്ലോസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് തന്നിട്ടുണ്ട്. വുഡ് തന്നാൽ നമുക്ക് മനസ്സിലായി അതെന്താണ്, അതൊരു V2, ഒരു പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ എന്ത് വരണം, V2 വരണ്ടേ. V2 നോക്കിപ്പോയേ, എവിടെ വരുന്നത് V2, ഇത് പ്രസൻ്റ് ആണ്. ഇത് ഹാഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയി, ഹാഡ് പ്ലസ് V3 വന്നു. ഈസ് എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്, V2 വരുന്നത് B ആണ്. അപ്പോൾ 6ൻ്റെ ഉത്തരം B ആണ്. ക്ലിയർ ആയില്ലേ. അടുത്ത നോക്കിയേ, ഇഫ് യു ഡാഷ് വിത്ത് മീ ഐ വുഡ് ഷോ യു ദ ഹൗസ്. ഇവിടെ എന്താണ്, മെയിൻ ക്ലോസ് ആണ് തന്നിട്ടുള്ളത്. ഈഫ് ക്ലോസ് ഫില്ല് ചെയ്യണം. അപ്പോൾ മെയിൻ ക്ലോസ് നോക്കിയേ, വുഡ് തന്നിട്ടുണ്ട്. എഗെയിൻ തന്നെയാണ് V2 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം, V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് വരണം. തന്നിരിക്കുന്നതിൽ ഏതാണ് പാസ്റ്റ് ടെൻസ്, കെയിം ആണ് അല്ലേ. ഇത് വരത്തില്ല, വില്ല് വരത്തില്ല. അതെന്താണ്, പ്രസൻ്റായി. കം പ്രസൻ്റായി അല്ലേ. പിന്നെ അതേപോലെ ഹാഡ് കം എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, കെയിം എഴുതാം. അപ്പോൾ 7ൻ്റെ ഉത്തരം C ആണ്. അടുത്ത് നോക്കിയേ, ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ഡാഷ് സെൻഡ് മീ ആൻ ആപ്ലിക്കേഷൻ ഫോം എന്നാണ് പറഞ്ഞേക്കേ. അപ്പോൾ ഇവിടെ ഈഫ് ക്ലോസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്, ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഇവിടെ ഷുഡാണ്. ഷുഡ് എന്ന് പറയുമ്പോൾ വുഡ് പോലെ തന്നെയാണ്. അപ്പോൾ എന്താണ്, V2 ആണ് അല്ലേ. അതായത് പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം, പാസ്റ്റ് വേണം. തന്നിരിക്കുന്നതിൽ ഏതാ പാസ്റ്റ് നോക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് V1, ഇതൊക്കെ പ്രസൻ്റ് ആണ്, ഇതൊക്കെ പ്രസൻ്റ് ആണ്. അപ്പോൾ ഏതാണ്, വുഡാണ്. അപ്പോൾ നമ്മുടെ 8ൻ്റെ ഉത്തരം ഏതാണ്, B ആണ്, വുഡ്. ഇനി അടുത്ത് നോക്കിയേ, ഇഫ് യു ഹാഡ് റീഡ് ദ പേപ്പർ യു ഡാഷ് സീൻ ദ അഡ്വർടൈസ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈഫ് ക്ലോസ് തന്നിട്ടുണ്ട്, മെയിൻ ക്ലോസ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈഫ് ക്ലോസിൽ എന്താ തന്നിട്ടുള്ളത്, ഈഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരണം, വുഡ് ഹാവ് വരണം അല്ലേ. വുഡ് പ്ലസ് ഹാവ് ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതാണ് വരേണ്ടത്. അപ്പോൾ വുഡ് ഹാവ് തന്നിരിക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, വേറെ സംശയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 9 C കറപ്പിക്കാം. അടുത്ത് നോക്കിയേ, 10 നോക്കിയേ, ഇഫ് യു ഡ്രോപ്പ് ദ പ്ലേറ്റ് ഡാഷ്. അപ്പോൾ ഇഫ് യു ഡ്രോപ്പ് ദ പ്ലേറ്റ് ഏതാണ്, മെയിൻ ക്ലോസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇഫ് യു ഡ്രോപ്പ് ദ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫിൻ്റെ കൂടെ എന്താ തന്നിട്ടുള്ളത്, ഡ്രോപ്പ്ഡ് എന്ന് പറയുന്നത് V2 ഫോം അല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം, വുഡ് വരണം അല്ലേ. വില്ല് വരത്തില്ല, വുഡ് മാത്രമേ വരത്തുള്ളൂ. വുഡ് പ്ലസ് ഹാവും വരത്തില്ല. അപ്പോൾ ഈഫ് പ്ലസ് V2 ആണെങ്കിൽ നമ്മുടെ V2 ഫോം ആയ വുഡ് വരണം. തന്നിരിക്കുന്നത് വില്ല് വരത്തില്ല. ഇവിടെ വുഡ് ബ്രേക്ക് ഉണ്ട്, ഇവിടെ വുഡ് ഹാവ് ആണ്, അത് വരത്തില്ല. ഇവിടെയും വില്ലാണ്, അത് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്, 10ൻ്റെ ഉത്തരം B ആണ്, ഇറ്റ് വുഡ് ബ്രേക്ക്. ഈ 11 നോക്കിയേ, ഇഫ് ഐ ഹാഡ് ബീൻ എ ബേർഡ് ഐ ഡാഷ് ഇൻ ദ സ്കൈ എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ എന്താണ്, ഈഫിൻ്റെ കൂടെ എന്താ വന്നിട്ടുള്ളത്, ഹാഡ് പ്ലസ് V3 അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. ഹാഡ് പ്ലസ് V3 തന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം, വുഡ് ഹാവ് വരണം അല്ലേ. വുഡ് പ്ലസ് ഹാവ് വരണം. തന്നിരിക്കുന്ന നോക്കിയേ, തന്നിരിക്കുന്നതിൽ വുഡിന് പകരം ഇവിടെ കുഡാ തന്നിട്ടുള്ളത് മാത്രം. എന്തായാലും വുഡ് പ്ലസ് ഹാവാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ വുഡ് പ്ലസ് ഹാവ് എന്താ വന്നിട്ടുള്ളത്, ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സാധനം വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വുഡിന് പകരം കുഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. വുഡിന് പകരം കുഡ് പ്ലസ് വീണ്ടും വുഡ് പ്ലസ് ഹാവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമുള്ളൂ. വുഡിൻ്റെ ഇവിടെ മാത്രമേ വില്ല് വരുന്നുള്ളൂ, അതെന്തായാലും വരത്തില്ല, ആ ഫോം വരത്തില്ല. അപ്പോൾ ഹാവ് വരുന്ന ഫോമാണ് നമുക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു ഒറ്റ ഫോമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം,
കുഡ് ഹാവ് ഫ്ലോൺ എഴുതാം. അപ്പോൾ എന്താണ് ഈ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തി. അപ്പോൾ 11ന്റെ ഉത്തരം എന്താണ്? ഡി ആണ്, കുഡ് ഹാവ് ഫ്ലോൺ എന്ന് പറയുന്നതാണ്. ഇനി 12 നോക്കിയേ, ഇഫ് ഐ വേർ എ മില്യണർ, ഞാനൊരു മില്യണർ ആണെങ്കിൽ ഞാനൊരു കാർ വാങ്ങുമെന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ മെയിൻ ക്ലോസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ പാസ്റ്റിലാണ് തന്നെ. കാരണം എന്താ, ഇഫ് ഐ വേർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിനറി ക്ലോസ് ആണ്. ഞാനൊരു മില്യണയർ ആണെങ്കിൽ, ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല, അല്ലെങ്കിൽ ഞാനല്ല. അതെന്താണ്, നമ്മൾ ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് അവിടെ പറയുന്നത്, ഇമാജിനറി ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഐ വേർ എന്ന് വരുമ്പോൾ നമുക്ക് ആ രീതിയിലൊന്ന് ചിന്തിക്കണം, ഒരു ഇമാജിനറി സംഭവമാണെന്ന് ചിന്തിക്കാം. അപ്പോൾ എന്താണ്, ഇത് പാസ്റ്റ് ടെൻസിലാണ് അത്തരം വാക്കുകൾ പറയാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം വാസിൻ്റെ എന്താണ് പാസ്റ്റ് ടെൻസ് ആണ്, അതായത് വാസ് വേർ, ഈസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസും വേറൊക്കെ. അപ്പോൾ തന്നിരിക്കുന്നത് V2 ഫോമിലാണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ എന്ത് വരണം, ഇവിടെ V2 ഫോമിലാണെങ്കിൽ ഇവിടെ എന്ത് വരണം, വുഡോ അങ്ങനത്തെ സാധനമല്ലേ വരേണ്ടത്, വുഡ് വരണം അല്ലേ. അപ്പോൾ 12 നോക്കി നമുക്ക് മനസ്സിലാവും വുഡ് വരണം. ഇവിടെ വുഡ് ഹാവ് തന്നിട്ടുണ്ട്, അത് വരത്തില്ല. ഇവിടെ വില്ലാണ്, വരത്തില്ല. ഇവിടെ വുഡ് ഹാവ് ബീൻ വന്നിട്ടുണ്ട്, അതും വരത്തില്ല. വുഡ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഉത്തരം ഡി ആണ്. ഇഫ് ഐ വേർ എ മില്യണയർ ഐ വുഡ് ബൈ എ കാർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളെ നമ്മൾ പാസ്റ്റ്, അതായത് പാസ്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് നമ്മൾ പഠിച്ച ഒരു കാര്യം കൂടി ആലോചിക്കുക. പാസ്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് തരികയാണെങ്കിൽ നമ്മുടെ പ്രൊണൗണിൻ്റെ കൂടെ വാസ് ഉപയോഗിക്കാൻ പാടില്ല, വേറാണ് ഉപയോഗിക്കേണ്ടത്. ആ രീതിയിലും നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, ഇനി 13 നോക്കിയേ, ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദർ ഡാഷ്. അപ്പോൾ ഈഫ് ക്ലോസ് ആണ് തന്നിട്ടുള്ളത്. ഈഫ് ക്ലോസിൽ എന്താ തന്നിട്ടുള്ളത്, ഈഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 അല്ലേ. ഹാഡ് പ്ലസ് V3 തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം, നമ്മൾ പഠിച്ച രീതിയിൽ വുഡ് പ്ലസ് ഹാവ് എന്ന് വേണം അല്ലേ. വുഡ് പ്ലസ് ഹാവ് എവിടെയുള്ളത് നോക്കിക്കേ, ഇവിടെ ഹാവ് ഇല്ല, അപ്പോൾ ഇത് വരത്തില്ല. ഇവിടെ വുഡ് ഹാവ് ഉണ്ട്, ഓക്കെ. പിന്നെ അതേപോലെ ഇവിടെയും വുഡിൻ്റെ ഹാവ് എന്നുണ്ട്, ഇവിടെ ഹാവ് ഇല്ല, അപ്പോൾ ഇതും വരത്തില്ല. അപ്പോൾ ബി ഓർ സി ആണ്. പിന്നെ അപ്പോൾ അർത്ഥം നോക്കണം, ഞാൻ അങ്ങോട്ട് പോയിരുന്നില്ലെങ്കിൽ ആ പട്ടി എന്നെ അറ്റാക്ക് ചെയ്യില്ലായിരുന്നു എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ആദ്യത്തെ നോക്കിയാൽ എന്താ പറയേണ്ടത്, ദ ഡോഗ് വുഡ് ഹാവ് അറ്റാക്ക്ഡ് മീ. ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഡോഗ് എന്നെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഡോഗ് അറ്റാക്ക് ചെയ്യില്ല എന്നല്ലേ വേണ്ടത്. അപ്പോൾ വുഡിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർന്ന് വരുന്നതല്ലേ നമ്മുടെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ വരേണ്ടത്. അപ്പോൾ ഏതാ ഉത്തരം വരേണ്ടത്, സി ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത്തരം രീതിയിൽ അങ്ങനത്തെ 2 ഓപ്ഷൻ ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ആ രീതിയിലൊരു അർത്ഥം കൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടെ രണ്ടിടത്തും വുഡ് ഹാവ്, ഇവിടെ വുഡ് ഹാവ് വന്നതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒന്ന് അർത്ഥം വെച്ച് നോക്കിയത്. അങ്ങനെ വന്നില്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വുഡിൻ്റെ ആ ഹാവ് ഉള്ളത് അങ്ങനെ കറപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഡോഗ് എന്നെ അറ്റാക്ക് ചെയ്യില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് അർത്ഥം വരേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ 13C ആണ് ഉത്തരം വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ നിന്ന് ജസ്റ്റ് ഒരു വ്യത്യാസമായ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിലൊന്ന് പഠിക്കണമെന്നുണ്ട്. ഓക്കെ, അത് നമുക്കൊരു ഹെഡിങ് ആയിട്ട് ഒന്ന് കൊടുക്കാം. പാസീവ് വോയിസിൻ്റെ സംഭവം കയറി വരും. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ പാസീവ് വോയിസ് കയറി വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പാസീവ് വോയിസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതേപോലെ ഒബ്ജക്റ്റ് നൗൺ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിക്കേ, ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് വരണം? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ വരേണ്ടത്? നമ്മൾ പഠിച്ച സ്ഥിതിക്ക് ഈഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ വുഡ് ഹാവ് വരണം അല്ലേ. അതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള സാധനം. നോക്കിക്കേ, തന്നിരിക്കുന്നതിൽ വുഡ് ഹാവ് ഇവിടെ ഉണ്ട്, ഇവിടെ വുഡ് ഹാവ് ഉണ്ട്, ഇവിടെയൊക്കെ ബീനൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊന്നും വരില്ല, നമ്മൾ ഡി ആണ് നമ്മൾ സാധാരണ നമ്മൾ ഉത്തരം എഴുതി പോകാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം തെറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാസീവ് വോയിസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ, ഇത് പാസീവ് വോയിസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോക്കിക്കേ, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് എന്താണ് പാസീവ് വോയിസ്. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റ് ആക്റ്റീവ് അല്ല. ഇവിടെ ആരാണോ ആക്റ്റീവായിട്ടുള്ളത്? പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് ആണ് ആക്റ്റീവായിട്ട് കിടക്കുന്നത്. ഓക്കെ, പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? മാച്ച് ക്യാൻസൽ ചെയ്യും. ആ മാച്ച് ക്യാൻസൽ ചെയ്യുന്നത് ആരാണ്? ആരോ അല്ലേ. ആരോ ഒരാൾ, ചിലപ്പോൾ ആ മാച്ച് നടത്തുന്ന അതിൻ്റെ സംഘാടകരായിരിക്കും ആ മാച്ച് ക്യാൻസൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആരാണ്? ഇവിടെ ഒബ്ജക്റ്റ് ആരോ ആണ് അത് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇതായിട്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ ദ മാച്ച് വുഡ് ബി ക്യാൻസൽ എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് മാച്ചാണ്. മാച്ചിനെ തന്നെ ക്യാൻസൽ ചെയ്യുന്നില്ലല്ലോ, മാച്ച് വേറെ ആരോ ആണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, ദ മാച്ച് വുഡ് ഹാവ് ക്യാൻസൽഡ് ബൈ സംവൺ. ബൈ സംവൺ എന്ന് പറയുന്ന സാധനം അവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ അതവിടെ കൊടുത്തിട്ടില്ലെങ്കിലും അത് ഇൻഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാക്കണം, അങ്ങനെ ഒരു സാധനം കൂടെ അതിൻ്റെ ഭാഗത്തായിട്ട് വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒബ്ജക്റ്റ് ആണ് എന്ത് ഈ പറയുന്ന സബ്ജക്റ്റിനെ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ആണ് ആക്റ്റീവായിട്ട്, ആ ക്യാൻസൽ ചെയ്യുന്ന ആളാണ് ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്.
ഓക്കെ, അതുകൊണ്ട് ഒബ്ജക്റ്റ് ആക്റ്റീവായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു പാസീവ് വോയിസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് വോയിസിൻ്റെ ഫോം അനുസരിച്ച് ഒരു ബീൻ എന്ന് പറയുന്ന സാധനം കൂടെ ഇവിടെ ചേർന്ന് വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഒരു വ്യത്യാസമാണ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ പാസീവ് വോയിസിൻ്റെ സംഭവം കൂടെ കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് ബി അല്ലെങ്കിൽ ബീൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാക്കുകളിലൂടെ ഇത്തരം സാധനങ്ങളിൽ, അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസീവ് വോയിസ് ആയിക്കോട്ടെ, തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഒബ്ജക്റ്റ് നൗൺ എന്താണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇത്തരം രണ്ട് സാധനം കൂടെ കയറി വരുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് ബി അല്ലെങ്കിൽ ബീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കിക്കേ. ഇഫ് ഹി കംസ് ഐ വിൽ ബി സേവ്ഡ്. ഓക്കെ, ഇവിടെ ഐ വിൽ ബി സേവ്ഡ് എന്ന് പറയുന്നതിൽ ഐ ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവൻ വന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ എന്നെ അവൻ രക്ഷിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഐ വിൽ ബി സേവ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ രക്ഷിക്കുക എന്നല്ല, എന്നെ അവനാണ് രക്ഷിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഐ വിൽ ബി സേവ്ഡ് ഐ സബ്ജക്റ്റ് ആണ്, പക്ഷേ ഇവിടെ സബ്ജക്റ്റ് അല്ല ആക്റ്റീവ്. എന്നെ രക്ഷിക്കുന്നത് ആരാണ്? അവനാണ് അല്ലേ, അവനാണ്. അപ്പോൾ അവൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ് അല്ലേ. ഇവിടെ ഹി എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ് ഈ സബ്ജക്റ്റിനെ രക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഒബ്ജക്റ്റാണ് ഇവിടെ ആക്റ്റീവ്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഐ വിൽ ബി സേവ്ഡ് ബൈ ഹിം എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ വരേണ്ടത്. ബൈ ഹിം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ സംഭവം ഇവിടെ കിടക്കുന്നുണ്ട്, കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഐ വിൽ ബി സേവ്ഡ് ബൈ ഹിം എന്ന് പറയുമ്പോൾ ഹിമ്മാണ് ഇവിടെ ഒബ്ജക്റ്റാണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഇതൊരു പാസീവ് വോയിസ് ആണ്. അപ്പോൾ അത്തരം സെൻറ്റൻസ് വരുമ്പോൾ പാസീവ് വോയിസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട രണ്ട് വാക്കുകൾ ബീൻ അല്ലെങ്കിൽ ബീൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ഈഫിൻ്റെ കൂടെ V1 ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വില്ല് വരും. ഓക്കെ, അപ്പോൾ പാസീവ് വോയിസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബിയും കൂടെ ചേർക്കണം. ഇനി ഈഫിൻ്റെ കൂടെ V2 ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് വരും. ആ വുഡിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചേർക്കണം? ഒരു ബി ചേർക്കണം. ഇനി ഈഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താ? വുഡ് ഹാവ് അല്ലേ ചേർക്കേണ്ടത്. പക്ഷേ വുഡ് ഹാവ് എന്ന് പറയുമ്പോൾ തന്നെ V3ൻ്റെ പ്രശ്നമല്ലേ. അപ്പോൾ ബിയും ബിയിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബീൻ എന്ന് പറയുന്നതാണ് V3 ഫോം, ഇത് V1 ഫോമാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബി ഫാമിലീൻ്റെ കാര്യമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വുഡ് ഹാവ് കഴിഞ്ഞാൽ എന്തേ വരത്തുള്ളൂ? ഒരു V3 ഫോം തന്നെ ചേർക്കാൻ പാടും. അപ്പോൾ ബീനാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. തന്നിരിക്കുന്നത് ഒരു പാസീവ് വോയിസ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ് ആയിരുന്ന V1 പ്രസൻറ്റ് ടെൻസ് വരുന്ന സമയത്ത് നമ്മൾ വില്ല് ഉപയോഗിച്ചതിന് പകരം നമ്മൾ എന്ത് ചേർക്കണം? വില്ലിൻ്റെ കൂടെ ഒരു ബി കൂടെ ചേർക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണെങ്കിൽ, അതായത് ഈഫിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് ആയ V2 ആണ് വരുന്നതെങ്കിൽ വുഡ് ഉപയോഗിച്ച സമയത്ത് വുഡിൻ്റെ കൂടെ നമ്മൾ ഒരു ബി കൂടെ ചേർക്കണം. ഇനി മൂന്നാമത്തെ കണ്ടീഷണൽ സെൻറ്റൻസ് ആയിരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്ന ഈഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 ആണ് ചേർത്തതെങ്കിൽ നമ്മൾ സാധാരണ വുഡ് ഹാവ് ആണ് ഉപയോഗിച്ചിരുന്നത്. ആ വുഡ് ഹാവിൻ്റെ കൂടെ ഒരു ബീനും കൂടെ ചേർക്കണം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ബീൻ ഈ സാധനം എക്സ്ട്രാ ചേർക്കുന്നതാണ് നമ്മുടെ സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ, തന്നിരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. തന്നിരിക്കുന്ന ഒരു പാസീവാണ്. ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇഫ് ഇറ്റ് ഹാഡ് റെയിൻ ദ മാച്ച് വുഡ് ബി ക്യാൻസൽഡ് എന്ന് പറയുമ്പോൾ, അപ്പോൾ മാച്ച് ക്യാൻസൽ ചെയ്യുന്നു ആരോ? ബൈ സം വൺ. ആരോ ആണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ആരോ പറയുന്ന ആളാണ് ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, അയാളാണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ അയാളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾ, സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായി നിൽക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഇതൊരു പാസീവ് വോയിസ് ആണെന്ന് മനസ്സിലാക്കണം. പാസീവ് വോയിസ് ആണെങ്കിൽ എന്ത് വരണം? പാസീവ് വോയിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു ബി അല്ലെങ്കിൽ ബീൻ വരണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഹാഡ് പ്ലസ് V3 ആയതുകൊണ്ട് തന്നെ വുഡ് ഹാവ് ആണ് വരേണ്ടത്. അപ്പോൾ വുഡ് ഹാവിൻ്റെ കൂടെ വരേണ്ടത് ബീനാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൻ്റെ ഉത്തരം ബി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 14ൻ്റെ ഉത്തരം ഏതാണ്? ബി ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ഹി ഹാഡ് വൺ ദ റേസ് ഹി ഡാഷ് ദ ചാമ്പ്യൻ എന്നാണ്. അപ്പോൾ അടുത്ത നമ്മൾ സാധനം എന്ത് കയറി വന്നു? ഇനി അടുത്ത് നമ്മൾ പറയാൻ വന്നു ഒബ്ജക്റ്റ് നൗൺ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും പഠിച്ച നമ്മൾ സെൻറ്റൻസുകളൊന്നും നമ്മൾ അവസാനം കൊണ്ടിട്ട് ഒരു ഒബ്ജക്റ്റ് നൗണിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് ഇഫ് ഹി ഹാഡ് വൺ ദ റേസ് ഹി ഡാഷ് ദ ചാമ്പ്യൻ എന്ന് പറയുന്നുണ്ടല്ലേ. ഇവിടെ കണ്ടോ, ഈ ചാമ്പ്യൻ എന്ന് പറയുന്നത് ഒരു നൗണാണ്. അതായത് നൗണ് ഇവിടെ എന്തായിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ ഒരു നൗണായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച സെൻറ്റൻസുകളൊക്കെ നോക്കിക്കേ, അവിടെ ഒന്നും അങ്ങനെ ഒരു വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഉദാഹരണം പറയാണ്, ഇഫ് യു സ്റ്റഡി വെൽ. നമ്മൾ ആദ്യം പഠിച്ച എക്സാമ്പിൾ കണ്ടില്ലേ? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഒന്നുമില്ല. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾ ഒരു ഡോക്ടർ ആവും അല്ലെങ്കിൽ നിങ്ങളൊരു ചാമ്പ്യൻ ആവും എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്തരത്തിലൊരു നൗണുകളൊന്നും ഇവിടെ മെയിൻ ക്ലോസിൽ അത്തരത്തിൽ നൗണൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ ഒരു നൗണും കൂടെ കയറി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇഫ് ഹി ഹാഡ് വൺ ദ റേസ് ഹി ഡാഷ് ദ ചാമ്പ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ഇഫ് യു സ്റ്റഡി വെൽ
യു എന്തെഴുതുക, യു ഡാഷ് എ ഡോക്ടർ. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് എ ഡോക്ടർ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഇഫ് യു സ്റ്റഡി വെൽ യു എന്നാൽ നമ്മൾ ഇത് യു വിൽ പാസ് എന്ന് എഴുതി. പക്ഷേ ഇവിടെ എന്താണ്, അതിന് പകരം ഇവിടെ ഒരു അവസാനിക്കുന്ന ഒരു നൗണിലാണ് അല്ലേ. ഇവിടെ ഒബ്ജക്റ്റായിട്ട് വന്നത് എന്താണ്, ഒരു നൗണാണ്. അത്തരത്തിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒബ്ജക്റ്റ് നൗണായിട്ട് പറയുന്നത്. ഇത്രയും വാക്കുകളും നമ്മൾ എന്താണ്, ബി അല്ലെങ്കിൽ ബീൻ എന്ന് പറയുന്ന ആളുകളെ ചേർക്കണം എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് പാസീവ് വോയിസ് ആണെങ്കിൽ ബി ഓർ ബീൻ ചേർക്കണം. ഇനി അതല്ല, അവസാനത്തിൽ ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് ഒരു നൗണായിട്ട് വരികയാണെങ്കിൽ, ഇതേപോലെ ഡോക്ടർ എന്ന് പറയുന്ന ഒരു നൗൺ ഫോമാണ്, ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു നൗണാണ്, ഒരു പേരാണ് അല്ലേ. അപ്പോൾ അത്തരം വാക്കുകൾ വരുമ്പോൾ നമ്മൾ ബി അല്ലെങ്കിൽ ബീൻ ചേർക്കണം. നേരത്തെ പോലെ തന്നെയാണ്, ഏതാണ് പാസീവ് വോയിസ് പറഞ്ഞ പോലെ തന്നെയാണ്. V1 ആണ് വരുന്നതെങ്കിൽ വില്ലിൻ്റെ കൂടെ ബി ചേർക്കണം. V2 ആണ് വരുന്നതെങ്കിൽ വുഡിൻ്റെ കൂടെ ബി ചേർക്കണം. അതുപോലെ തന്നെ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് ഹാവിൻ്റെ കൂടെ ബീൻ ചേർക്കണം, BEEN ചേർക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ ഇഫ് ഹി വിൻ ദ റേസ് ഹി വിൽ ബി ദ ചാമ്പ്യൻ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, ഈഫിൻ്റെ കൂടെ V1 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരേണ്ടത് വില്ലല്ലേ. പക്ഷേ നമ്മൾ എന്ത് ചേർത്തു, ഇവിടെ ഒബ്ജക്റ്റ് നൗൺ വന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ബി ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ ഈഫിൻ്റെ കൂടെ V2 അല്ലേ, 1 എന്ന് പറയുന്നത് V2 പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എന്ത് വരണം, വുഡ് വരണം. പക്ഷേ വുഡിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ചേർത്ത് കൊടുത്തു, ഒരു ബി ചേർത്ത് കൊടുത്തു, നേരത്തെ പാസീവ് വോയിസ് പോലെ തന്നെ. ഇനി അടുത്താണ് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇഫ് ഹി ഹാഡ് വൺ ദ റേസ് എന്ന് പറഞ്ഞാൽ ഈഫിൻ്റെ കൂടെ എന്താ വന്നുള്ളത്, ഹാഡ് പ്ലസ് V3 അല്ലേ. അപ്പോൾ ഇവിടെ വുഡ് ഹാവ് വരണ്ടേ. വുഡ് ഹാവ് ആണെങ്കിൽ ഇവിടെ അവസാനിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് നൗണിലായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ബീനാണ് ചേർക്കേണ്ടത് അല്ലേ. അപ്പോൾ വുഡ് ഹാവ് ഇവിടെ ഉണ്ട്, പക്ഷേ വുഡ് ഹാവ് ചേർക്കരുത്. നമ്മൾ ഉത്തരം എന്താ വേണ്ടത്, വുഡ് ഹാവ് ബീനാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അവസാനത്തെ രണ്ട് എക്സാമ്പിളിൽ പറഞ്ഞ സാധനം മാത്രമേ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിന് ഒരു വ്യത്യാസം, ആകെ വ്യത്യാസം എന്താണ്, ഒരു ബി അല്ലെങ്കിൽ ബീൻ വരണതാണ്. പാസീവ് വോയിസ് എന്നുള്ള സെൻറ്റൻസ് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് നൗൺ ഇതുപോലെ തന്നെ ഡോക്ടർ അല്ലെങ്കിൽ ചാമ്പ്യൻ എന്നൊക്കെ പറയുന്നതാണ് അവസാനം വരുന്ന വാക്കുകളാണ് നമ്മൾ ഒബ്ജക്റ്റ് നൗൺ. അത്തരം വാക്കുകളും ഇതേപോലെ ബി അല്ലെങ്കിൽ ബീൻ ചേർക്കണം. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ മാത്രമേ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം, കാരണം അത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലോസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇത്രയും പഠിച്ച നിങ്ങൾക്ക് ഒരു മാർക്ക് ഷുവറാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.